ഓക്കെ. നമ്മളെ ഇന്നലെ എന്തൊക്കെയാ ഇന്നലെ നോക്കിയ ഏരിയ ഒക്കെ എല്ലാവരും വായിച്ചോ? സോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും പോർഷൻസ് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഒരാള് നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറയുമോ? ആരെങ്കിലും ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പറയൂ ഒന്ന് ആരെങ്കിലും ഒരാള് പേര് വിളിക്കണോ? ഇനി പേര് വിളിച്ചാലേ പറയുള്ളൂ. ഞാൻ പേര് വിളിക്കാം. ക്വസ്റ്റ്യൻ പോലെ ചോദിക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ബേസിക് ആയ കാര്യമാണ്. നോക്കട്ടെ നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ എനിക്ക് അറിയണല്ലോ. സോ ഓക്കെ. സൗമ്യ സന്തോഷ് പറഞ്ഞേ, മെഷർമെന്റ് എന്താണ്? സൗമ്യ സന്തോഷ്. കേൾക്കുന്നില്ലേ? റീമെഷർമെന്റ് എന്താണെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? റീമെഷർമെന്റ് എന്താണ്? കേൾക്കുന്നില്ലേ നിങ്ങള്? ഹലോ. ഇത് അൺമ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ? ഓക്കെ. സോ എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ക്ലാസ് എടുത്തതിന് ശേഷം ഓക്കെ. സോ നമുക്ക് ക്ലാസ് 5 മിനിറ്റ് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ. സോ നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ എങ്ങനെയാണ് റീസ്റ്റേറ്റ്മെന്റിലും അല്ലെങ്കിൽ റീമെഷർമെന്റും ഒക്കെ നടത്തുമ്പോൾ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റേഷ്യോസിനെ, അതായത് റീമെഷർമെന്റും ട്രാൻസ്ലേഷന്റെ എഫക്റ്റുകൾ റേഷ്യോസിൽ എങ്ങനെയാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എല്ലാവർക്കും അറിയാലേ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷൻ എന്താ? ഗ്രോസ് പ്രോഫിറ്റ് മാർജിന്റെ ഇക്വേഷൻ, യെസ്, ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് ബൈ നെറ്റ് സെയിൽസ്. ഓക്കെ. സോ നെറ്റ് സെയിൽസ് നമ്മൾ എങ്ങനെയാ റീമെഷർ ചെയ്യുന്നത്? ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? സെയിൽസ് ഏത് മെഷറിലാണ്, ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? നമ്മൾ ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? weighted average. So
ഗ്രോസ് പ്രോഫിറ്റ് സെയിൽസ് ആണ് റീമെഷർ ട്രാൻസ്ലേഷനിലും വെയ്റ്റഡ് ആവറേജ് മെത്തേഡിലാണ് റീമെഷർ ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും. സോ ഡിനോമിനേറ്റർ സെയിം ആണ്, ശരിയല്ലേ? അതായത് വെയ്റ്റഡ് ആവറേജിൽ, അതായത് റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണ്. ഇനി ന്യൂമറേറ്ററിന്റെ കാര്യമോ? ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്താ? സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെ? ഇതില് നമുക്കറിയാം റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും സെയിം റേറ്റിലാണ് സെയിൽ ട്രാൻസ്ലേറ്റ് അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർമെന്റിൽ ഏതിലാണ്? റീമെഷർമെന്റില് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും ട്രാൻസ്ലേഷനിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് ഓർ ഹിസ്റ്റോറിക്കൽ, അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റും യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ഓരോ ട്രാൻസാക്ഷന്റെയും ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അവൈലബിൾ ആണ് എങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വെയ്റ്റഡ് ആവറേജ് എടുക്കും. സോ മോസ്റ്റ് പ്രോബബ്ലി വെയ്റ്റഡ് ആവറേജ് ആണ് എടുക്കുന്നത്. സോ നമ്മളിവിടെ വെയ്റ്റഡ് ആവറേജ് എടുത്താണ് കമ്പാരിസൺ നടത്തുന്നതെന്ന് വിചാരിക്കും. അപ്പം ഇതറിയാലോ, കോസ്റ്റ് റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോ ആണ്. അതേസമയം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജിലാണ്. നിങ്ങൾ എഴുതി വെക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വെയ്റ്റഡ് ആവറേജിലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇടാം, അപ്പം കറക്റ്റ് ആയിട്ട് മനസ്സിലാകുമായിരിക്കും. നമ്മൾ എപ്പോഴും ഇടാറുള്ള പോലെ തന്നെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെന്ന് വിചാരിക്കും. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ്. കോസ്റ്റ് 1.5 ആണ്. ഡോളർ ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ ആർക്കെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ? ക്ലിയർ അല്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിയോ ഇപ്പൊ ക്ലിയർ ആണോ? സോ ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും ക്ലിയർ ആയോ? ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ ഇത്രയും പോർഷൻ? സോ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുവാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ
നെറ്റ് ഇഷ്യൂസ് ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിയോ ഇപ്പൊ ക്ലിയർ ആണോ? സോ നമുക്ക് എക്സാമ്പിൾ പറയാം. ഓക്കെ, നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് നമ്മൾ ഹിസ്റ്റോറിയാണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷനിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? വെയ്റ്റഡ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ഹിസ്റ്റോറിക് 1.5 സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ വെയ്റ്റഡ് ആവറേജ് എത്ര വരുന്നത്? 1.75 വരും. 1.3. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിലായിരിക്കുമോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ, ട്രാൻസ്ലേഷനിലായിരിക്കുമോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതൽ? ഏതിലായിരിക്കും കൂടുതൽ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, വാല്യൂ നോക്കണ്ട. നിങ്ങൾക്ക് വാല്യൂ നോക്കാതെ മനസ്സിലാവില്ലേ? 1.5 ആണ് ഒരിടത്ത് 1.75. 1.5. ഓഡിയോ ക്ലിയർ ആണ്? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ വോയിസ്? സെക്കൻഡ് വെയിറ്റ് ചെയ്യാം.
ക്ലാരിറ്റി ഉണ്ടോ? ഇപ്പൊ വോയിസ് എങ്ങനെയുണ്ട്? ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ ഓക്കെ. സോ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് ഇക്വേഷൻ വരുന്നത്. ഇതില് റീമെഷർമെന്റിലും ട്രാൻസ്ലേഷനിലും സെയിൽസ് റീമെഷർ ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും സെയിം വാല്യൂ, അതായത് വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഓക്കെ, ഇനി ഗ്രോസ് പ്രോഫിറ്റിന്റെ കേസ് എടുക്കുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി സെയിൽസിന്റെ കാര്യം പറഞ്ഞു, സെയിൽസ് സെയിം ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കലിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജിലുമാണ്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വെയ്റ്റഡ് ആവറേജ് ഓർ ഹിസ്റ്റോറിക്കലി യൂസ് ചെയ്യാം. നമ്മളിവിടെ വെയ്റ്റഡ് ആവറേജ് വെച്ചാണ് ഇപ്പൊ എടുക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹിസ്റ്റോറിക്കലി വെച്ച് റീമെഷർ ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് വെച്ചാണ്. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പം ഹിസ്റ്റോറിക്കൽ വാല്യൂ 1.5 ആണ്, കറന്റ് വാല്യൂ 1.25 ആണ്, വെയ്റ്റഡ് ആവറേജ് വരുന്നത് 1.375. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർ ചെയ്യുമ്പോഴായിരിക്കുമോ അതോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴായിരിക്കുമോ കൂടുതൽ? ഏതായിരിക്കും കൂടുതൽ വരിക? റീമെഷർ ചെയ്യുമ്പം. കാരണം നമ്മൾ റീമെഷർ ചെയ്യുന്നത് 1.5 ഉപയോഗിച്ചാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് 1.375 ഉപയോഗിച്ചാണ്. ദാറ്റ് മീൻസ് 1.5 ആണല്ലോ ഗ്രേറ്റർ. സോ റീമെഷർമെന്റിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും കൂടുതൽ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും അല്ലെ? ഗ്രോസ് പ്രോഫിറ്റ് ഡിക്രീസ് ചെയ്യും. സോ ന്യൂമറേറ്റർ കുറവാണെങ്കിൽ റേഷ്യോയ്ക്ക് എന്ത് സംഭവിക്കും? റേഷ്യോയ്ക്ക് എന്ത് സംഭവിക്കും? റേഷ്യോയും കുറയും. ഓക്കെ, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് ആദ്യം പറയുന്നത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ റീമെഷർമെന്റിൽ കുറവും ട്രാൻസ്ലേഷനിലായിരിക്കും റീമെഷർമെന്റിനേക്കാൾ കൂടുതൽ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ എന്താ, അതായത് ഡോളർ റേറ്റ് കുറയുവാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വെയ്റ്റഡ് ആവറേജ് വരുന്നത് 1.32 ആയിരിക്കും. സോ സോറി 2 അല്ല, 6 ആണല്ലേ, 6.5 അല്ലേ വരുന്നേ? ഓക്കെ, സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? റീമെഷർമെന്റ് അതോ ട്രാൻസ്ലേഷനിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണോ കൂടുതൽ? ട്രാൻസ്ലേഷനിലെയാണ് കൂടുതൽ. കാരണം 1.65 വെച്ചാണ് ട്രാൻസ്ലേഷനിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൺവേർട്ട് ചെയ്യുന്നത്. റീമെഷർമെന്റിൽ 1.5 വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ട്രാൻസ്ലേഷനിലായിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്. ഓക്കെ, സോ എവിടെയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കുറവ് വരിക?
എവിടെയായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് കുറവ് വരിക? ട്രാൻസ്ലേഷനിലായിരിക്കും അല്ലെ? കാരണം ട്രാൻസ്ലേഷനിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? റീമെഷർമെന്റില്, അതായത് ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിലായിരിക്കും ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൂടുതൽ, ട്രാൻസ്ലേഷനേക്കാൾ കൂടുതൽ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇനി പറയുന്നത്, ഓക്കെ, ഇനി ഓക്കെ, ഡിപ്രീസിയേഷന്റെ കാര്യമാണ് ഞാൻ ഇവിടെ എങ്ങാനും ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഡിപ്രീസിയേഷന്റെ കാര്യമാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ റീമെഷർ ചെയ്യുന്നത് ഏത് റേറ്റിലാ? ഹിസ്റ്റോറിക്കൽ ആണല്ലേ? ഡിപ്രീസിയേഷൻ റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ റേറ്റിലാണ്. ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏതിലാണ്? ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചാണ്? ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചാ? ഒന്ന് എടുത്തു നോക്കിയേ, ഡിപ്രീസിയേഷൻ ഏത് ഉപയോഗിച്ച ആർക്കും അറിയില്ല ഡിപ്രീസിയേഷൻ ഏത് ഉപയോഗിച്ച ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന്? വെയ്റ്റഡ് ആവറേജ് ഓർ ഹിസ്റ്റോറിക്കൽ എന്നല്ലേ? വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചല്ലേ? ഹാ, സോ വെയ്റ്റഡ് ആവറേജ് ഉപയോഗിച്ചാണ് ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. രണ്ട് സിറ്റുവേഷൻ ആണ് വരിക. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റേറ്റ് ഇതായിരിക്കും. വെയ്റ്റഡ് ആവറേജ് വരെ എത്രയായിരുന്നു? 1.375 അല്ലേ? സോ ഡോളർ ചെയ്യുമ്പോഴാണോ അതോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണോ ഡിപ്രീസിയേഷൻ കൂടുതൽ? ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർ ചെയ്യുമ്പോഴാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണോ ഡിപ്രീസിയേഷൻ കൂടുതൽ ഉണ്ടാവുക? ഡിപ്രീസിയേഷൻ കൂടുതൽ ഉണ്ടാവുക എന്ത് ചെയ്യുമ്പോഴായിരിക്കും?
റീമെഷർ ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീമെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കി. 10,000 ആണ് അല്ലെങ്കിൽ 1,000 ആണ് ഡിപ്രീസിയേഷൻ. റീമെഷർ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ എത്ര വരും? 1000 ഇൻറ്റു 1.5 ആയിരിക്കും റീമെഷർ ചെയ്യുമ്പോൾ വരുന്നത്. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 1000 ഇൻറ്റു 1.375. ഏതാ കൂടുതൽ? ഇത്രയും നോക്കിയാൽ മതി. ഏതാണോ കൂടുതൽ കൂടിയ റേറ്റിൽ റീമെഷർ ചെയ്യുന്നത് അതായിരിക്കും കൂടുതൽ. ഓക്കെ, ഡിപ്രീസിയേഷൻ റീമെഷർ ചെയ്യുന്ന ഹിസ്റ്റോറിക്കലാണ്. ഹിസ്റ്റോറിക്കൽ 1.5 ആണ്. ഡിപ്രീസിയേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വെയിറ്റഡ് ആവറേജ് ആണ് 1.375 ആണ്. ഏതാ കൂടുതൽ? 1.5. ദാറ്റ് മീൻസ് റീമെഷർ ചെയ്യുന്നതായിരിക്കും ഡിപ്രീസിയേഷൻ കൂടുതൽ വരിക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണല്ലോ അല്ലെ? സോ നമുക്ക് മനസ്സിലായി ഡിപ്രീസിയേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അതായത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ഡിപ്രീസിയേഷൻ കൂടുതൽ റീമെഷർ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ റവന്യൂ എങ്ങനെയായിരിക്കും? ഡിപ്രീസിയേഷൻ കൂടുതലാണ് എങ്കിൽ റവന്യൂ എങ്ങനെയായിരിക്കും? റവന്യൂ കുറയും. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അതായത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ ട്രാൻസ്ലേഷനേക്കാൾ കൂടുതൽ റീമെഷർമെന്റിലായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റീമെഷർമെന്റിലെ പ്രോഫിറ്റ് ആണ് ട്രാൻസ്ലേഷനേക്കാൾ കുറവ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണ്. ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിലോ? ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ 1.65. ഡോളർ വീക്കൻ ചെയ്യുവാണ്. ഏതിലായിരിക്കും ഡിപ്രീസിയേഷൻ കൂടുതൽ? ട്രാൻസ്ലേഷനിലായിരിക്കുമോ അതോ റീമെഷർമെന്റിലായിരിക്കുമോ? ട്രാൻസ്ലേഷനിലായിരിക്കും അല്ലെ? ട്രാൻസ്ലേഷനിൽ 1.65 ഉപയോഗിച്ചാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. റീമെഷർ ചെയ്യുന്നത് 1.5 ഉപയോഗിച്ചാണ്. സോ ഡിപ്രീസിയേഷൻ കൂടുതൽ ട്രാൻസ്ലേഷനിലാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറവ് എവിടെയായിരിക്കും? എവിടെയായിരിക്കും പ്രോഫിറ്റ് കുറവ്? ഹലോ, ട്രാൻസ്ലേഷനിലായിരിക്കും അല്ലെ? എക്സാമ്പിൾ ഇടണോ?
ഹലോ ഹലോ ഓക്കെ, എക്സാമ്പിൾ ഇടണം എന്നാണോ പറയുന്നത്? എന്താണ് എസ് മാം എന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെന്നാണോ അതോ എക്സാമ്പിൾ ഇട്ട് പറയണമെന്നാണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഡിപ്രീസിയേഷന്റെ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഇവിടെ വരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക, ഇത് പറഞ്ഞിട്ട് ക്ലിയർ ആണോ? ഓക്കെ, ഇതിൽ റെസ്പോണ്ട് ചെയ്യാത്ത കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, സോ അടുത്തത് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കാൻ പോവാണേ. ബാലൻസ് ഷീറ്റ് ഐറ്റംസ് നോക്കാൻ പോവാണ്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ബാലൻസ് ഷീറ്റിലെ അസറ്റ്, അതായത് ഇൻവെന്ററീസും ഫിക്സ്ഡ് അസറ്റിന്റെയും കാര്യമാണ്. നിങ്ങൾക്കറിയാം, നോർമലി നോക്കുകയാണെങ്കിൽ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് മോണിറ്ററിയും നോൺ മോണിറ്ററി അസറ്റ്സും കൂടെ കൂടിയതാണ്, ശരിയല്ലേ? അസറ്റ് എന്ന് പറയുന്നത് മോണിറ്ററിയും നോൺ മോണിറ്ററിയും കൂടെ കൂടിയതാണ്. സോ മോണിറ്ററിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? മോണിറ്ററി അസറ്റ്സ് റീമെഷർ ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കറണ്ട് റേറ്റ് തന്നെയാണ്, ശരിയല്ലേ? സോ മോണിറ്ററി അസറ്റിന്റെ കാര്യത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. ചേഞ്ച് വരുന്നത് ഏത് അസറ്റിന്റെ കാര്യത്തിലാണ്? ഏത് അസറ്റിന്റെ കാര്യത്തിലാണ് ചേഞ്ച് വരുന്നത്? നോൺ മോണിറ്ററി അസറ്റിന്റെ കാര്യത്തിലാണ്. ഓക്കെ, അതായത് നോൺ മോണിറ്ററി അസറ്റ് നമ്മൾ റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലും ഹിസ്റ്റോറിക്കൽ എക്സ്ചേഞ്ച് റേറ്റിലും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലുമാണ്, ശരിയല്ലേ? സോ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ ഇടുന്നേ. 1.5 ആണ് ഹിസ്റ്റോറിക്കൽ റേറ്റ്. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കറണ്ട് എക്സ്ചേഞ്ച് റേറ്റ് ഇതായിരിക്കും. നമുക്ക് ഹിസ്റ്റോറിക്കലും കറണ്ടും മതി അല്ലെ? ഇവിടെ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മൾ വെയിറ്റഡ് ആവറേജ് മെത്തേഡിന്റെ കാര്യം പറയുന്നില്ല. അതായത് വെയിറ്റഡ് ആവറേജ് ഉപയോഗിച്ചല്ല നമ്മൾ അസറ്റുകളൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യുകയോ റീമെഷർ ചെയ്യുകയോ ചെയ്യുന്നത്. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഏതിലായിരിക്കും അസറ്റിന്റെ വാല്യൂ കൂടുതൽ? റീമെഷർ ചെയ്യുന്നതായിരിക്കും അസറ്റ് കൂടുതൽ, അതോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും അസറ്റ് കൂടുതൽ ഉണ്ടാവുക? അസറ്റിന്റെ വാല്യൂ കൂടുതൽ ഏതിലായിരിക്കും ഉണ്ടാവുക? റീമെഷർ ചെയ്യുമ്പോഴായിരിക്കും അസറ്റിന്റെ വാല്യൂ കൂടുതൽ, അല്ലേ? ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? റീമെഷർ ചെയ്യുമ്പോഴായിരിക്കും അസറ്റിന്റെ വാല്യൂ കൂടുതൽ ഉണ്ടാവുക. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ കേട്ടിട്ടുണ്ടോ? TAR എന്ന് കൊടുക്കുവാണേ, ടോട്ടൽ അസറ്റ് ടേൺ ഓവർ എന്നുള്ളത് ഞാനിപ്പോ തൽക്കാലം TAR എന്ന് കൊടുക്കുവാണ് ഇക്വേഷൻ. എന്താ TARന്റെ ടോട്ടൽ അസറ്റ് ടേൺ ഓവറിന്റെ ഇക്വേഷൻ? എന്താ ഇക്വേഷൻ ടോട്ടൽ അസറ്റ് ടേൺ ഓവറിന്റെ?
സെയിൽസ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം സെയിൽസ് എന്ന് പറയുന്നത് റീമെഷർ ചെയ്യാനാണെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ വെയിറ്റഡ് ആവറേജ് ആണ് ഉപയോഗിക്കുന്നത്. ടോട്ടൽ അസറ്റില് നിങ്ങൾക്കറിയാം, ടോട്ടൽ അസറ്റിൽ മോണിറ്ററി അസറ്റും ഉണ്ട്, നോൺ മോണിറ്ററി അസറ്റും ഉണ്ട്. മോണിറ്ററി അസറ്റ് രണ്ടിലും ഈക്വൽ ആയിരിക്കും. ഇനി നോൺ മോണിറ്ററി അസറ്റിന്റെ കേസാണ് എടുക്കുന്നത്. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. ശരിയല്ലേ? ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിലാണ് അസറ്റിന്റെ വാല്യൂ, നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. സോ TAR റേഷ്യോയ്ക്ക് എന്താ സംഭവിക്കുക? റേഷ്യോ ഡിക്രീസ് ചെയ്യും അല്ലെ? റേഷ്യോ ഡിക്രീസ് ചെയ്യും. ട്രാൻസ്ലേഷനിലോ റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? റേഷ്യോ ഇൻക്രീസ് ചെയ്യുന്നല്ല, റേഷ്യോ ഇതിലായിരിക്കും കൂടുതൽ കുറയുന്നത്. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ് എങ്കിൽ റീമെഷർമെന്റിലായിരിക്കും അസറ്റിന്റെ വാല്യൂ കൂടുതൽ. സോ ഡിനോമിനേറ്റർ കൂടിയാല് റേഷ്യോ കുറയും. സോ റീമെഷർമെന്റിലായിരിക്കും റേഷ്യോ ട്രാൻസ്ലേഷനേക്കാൾ കുറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5. ഡോളർ വീക്കൻ ചെയ്യുവാണ്. ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പ്ലീസ് റെസ്പോണ്ട് ചെയ്യുക. ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ സംഭവിക്കുക? ട്രാൻസ്ലേഷനിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റ് കൂടുതൽ അല്ലെ? ട്രാൻസ്ലേഷനിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനിലെ റേഷ്യോയ്ക്ക് എന്താ സംഭവിക്കുക? ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ റേഷ്യോയ്ക്ക് എന്താ സംഭവിക്കുക? റേഷ്യോ കുറയും. അതായത് ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിനേക്കാൾ കൂടുതൽ ട്രാൻസ്ലേഷനിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനിലെ റേഷ്യോ ആയിരിക്കും റീമെഷർമെന്റിനേക്കാൾ കുറവ്. ക്ലിയർ ആണോ? ഞാൻ എക്സാമ്പിൾ, അതായത് എമൗണ്ടുകൾ ഇട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണോ? ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഇപ്പൊ പറഞ്ഞു തരുന്ന പോലെ തന്നെ പറഞ്ഞു തന്നാ മതിയോ? ഇത് ഓക്കെ ആണോ നിങ്ങള്? ഓക്കെ,
ഒരു കാര്യം ചെയ്യാം. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് തൊട്ട് പറഞ്ഞു തന്നാൽ മതിയോ എക്സാമ്പിൾ ഇട്ട്? ഇതുവരെ ഉള്ളതൊക്കെ ക്ലിയർ ആണോ? സോ സെയിൽസ് ഒരു 10,000. ഓക്കെ, നോൺ മോണിറ്ററി അസറ്റ്, അതായത് ഞാൻ അസറ്റും നോൺ മോണിറ്ററി അസറ്റ് സെപ്പറേറ്റ് ആക്കുന്നില്ല. തൽക്കാലം നിങ്ങൾ അസറ്റ്, അതായത് ടോട്ടൽ അസറ്റ് എന്നുള്ളത് നോൺ മോണിറ്ററി അസറ്റ് എന്ന് അങ്ങ് കരുതിയാൽ മതി. ഓക്കെ, നോൺ മോണിറ്ററി അസറ്റ് 5,000. സോ എത്ര ടോട്ടൽ അസറ്റ് ടേൺ ഓവർ വരിക? ടോട്ടൽ അസറ്റ് ടേൺ ഓവർ എത്രയാ വരിക? സെയിൽസ് ഡിവൈഡഡ് ബൈ അസറ്റ് എത്ര വരിക? 2 ആണ് വരിക. ഇത് ക്ലിയർ ആയേ? ഓക്കെ, സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന കേസാണ് പറയാൻ പോകുന്നത്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്ന കേസാണ് പറയാൻ പോകുന്നത്. ഇതില് ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5, ഡോളർ സ്ട്രെങ്തൻ ചെയ്തപ്പോ കറണ്ട് റേറ്റ് 1.25, വെയിറ്റഡ് ആവറേജ് വന്നിട്ട് വെയിറ്റഡ് ആവറേജ് വന്നിട്ട് വെയിറ്റഡ് ആവറേജ് ഇപ്പൊ എടുക്കണ്ട, തൽക്കാലം നിങ്ങൾ ഇതിലുണ്ടാക്കുന്ന ചേഞ്ച് മാത്രം നോക്കിയാൽ മതി. സോ ഇതാണ് ഡോളർ റേറ്റ് വരുന്നത്. ഓക്കെ, ഡോളർ സ്ട്രെങ്തൻ ചെയ്തപ്പോ ഇതാണ് വരുന്നത്. ഓക്കെ, റീമെഷർമെന്റ് ചെയ്യുവാണെങ്കിൽ നമ്മള് 10,000 വെയിറ്റഡ് ആവറേജ് കൂട്ടിയിട്ടുള്ള വാല്യൂ ആയിട്ട് എടുക്കും കേട്ടോ. അതായത് 10,000 വെയിറ്റഡ് ആവറേജ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആയിട്ട് നിങ്ങൾ ഇപ്പൊ സങ്കല്പിക്കുക. ഓക്കെ, സോ 10,000 വരും. റീമെഷർ ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും വരുന്നത്? 5,000 ഇൻറ്റു
5000 into 1.5 വരും അല്ലേ? റീ 7500 അല്ലേ വരുന്നേ? 6250 കിട്ടിയ നിങ്ങൾക്ക്? $7,500 വരും. സോ റേഷ്യോ എത്രയാ വരുന്നേ? 1.33 എന്ന് വരും അല്ലേ? ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴോ 10,000 ഡിവൈഡഡ് ബൈ 1.6. നമ്മൾ ഇത്രേ പറഞ്ഞോളൂ. അതായത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. ശരിയല്ലേ? റീമെഷർമെന്റ് 7500 ആണ്, ട്രാൻസ്ലേഷനിൽ 6250 ആണ്. കൂടുതൽ റീമെഷർമെന്റിലാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷന്റെ റേഷ്യോനേക്കാൾ കുറവായിരിക്കും റീമെഷർമെന്റിന്റെ റേഷ്യോ. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പം എക്സാമ്പിൾ ഇടാൻ പറഞ്ഞ ആൾക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിലോ? ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ ഹിസ്റ്റോറിക്കല് 1.5, കറണ്ട് വന്നിട്ട് 1.8 വരും. സോ ചെയ്തു നോക്കിയേ. റീമെഷർമെന്റില് 10,000 ഡിവൈഡഡ് ബൈ 7,500 തന്നെയാണ്. ട്രാൻസ്ലേഷനില് 10,000 ഡിവൈഡഡ് ബൈ 5,000 ഇൻറ്റു 1.8 വരും. 9,000 വരും. 1.33 വരും. 1.33 വരും. 10,000 ഡിവൈഡ് ബൈ 9,000 എത്രയാ വരുന്നേ? 1.11 വരും. ക്ലിയർ ആയോ? അതായത് ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കുറവ്. ട്രാൻസ്ലേഷനിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ലേഷനിലെ റേഷ്യോ ആയിരിക്കും റീമെഷർമെന്റിനേക്കാൾ കുറവ്. ട്രാൻസ്ലേഷനിലെ റേഷ്യോ 1.11 ആണ്, റീമെഷർമെന്റിലെ റേഷ്യോ 1.33 ആണ്. ക്ലിയർ ആയോ? പോർഷൻ ക്ലിയർ ആയോ? ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി?
ഡോളർ സ്ട്രെങ്തൻ, ഇത് ഞാൻ കളയാണ്. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിൽ അസറ്റ് ഹൈ ആണ്, ശരിയല്ലേ? ട്രാൻസ്ലേഷനിൽ അസറ്റിന്റെ വാല്യൂ ലോ ആണ്. അതായത് കമ്പയർഡ് ടു, നമ്മളിത് തമ്മിലുള്ള കമ്പാരിസൺ ആണ്, റീമെഷർമെന്റും ട്രാൻസ്ലേഷൻ തമ്മിലുള്ള കമ്പാരിസൺ ആണ് നടത്തുന്നത്. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിലായിരിക്കും അസറ്റിന്റെ വാല്യൂ കൂടുതൽ, കാരണം 1.5 വെച്ചാണല്ലോ ചെയ്യുന്നത്. ട്രാൻസ്ലേഷൻ 1.25 വെച്ച്. സോ അസറ്റ് ലോ ആയിരിക്കും ട്രാൻസ്ലേഷനിൽ. ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? റീമെഷർമെന്റിൽ അസറ്റ് ലോ ആയിരിക്കും, ട്രാൻസ്ലേഷനിലോ അസറ്റ് ഹൈ ആയിരിക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഓക്കെ. ഇനി നമ്മൾ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ കാര്യം പറയുവാണ്. ഓക്കെ, സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഇക്വിറ്റിയുടെ കാര്യം പറയുവാണ്. സോ ഇക്വിറ്റിയുടെ ഇക്വേഷൻ എന്താ? അസറ്റ് മൈനസ് ലയബിലിറ്റി ഈക്വൽ ടു ഇക്വിറ്റി. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അസറ്റ് മൈനസ് ലയബിലിറ്റി ഈക്വൽ ടു ഇക്വിറ്റി. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിൽ ഇക്വിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? റീമെഷർമെന്റിൽ ഇക്വിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിലാണ് അസറ്റിന്റെ വാല്യൂ കൂടുതൽ. അതുകൊണ്ട് തന്നെ അസറ്റ് മൈനസ് ലയബിലിറ്റി, അസറ്റ് കൂടുതൽ ലയബിലിറ്റി കുറവാണെങ്കിൽ ഇക്വിറ്റിയുടെ വാല്യൂയും കൂടുതലായിരിക്കും. ട്രാൻസ്ലേഷനിലാണെങ്കിൽ ഇക്വിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇക്വിറ്റിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. ഇക്വിറ്റിയുടെ വാല്യൂ ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. സോ സോറി, റീമെഷർമെന്റില് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയായിരിക്കും? റീമെഷർമെന്റില് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഹൈ ആയിരിക്കോ ലോ ആയിരിക്കോ റീമെഷർമെന്റില്? ലോ ആയിരിക്കും. കാരണം എന്താ? റീമെഷർമെന്റിൽ അസറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇക്വിറ്റി കൂടുതലാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റിയുടെ റേഷ്യോ ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, ഡിനോമിനേറ്റർ കൂടിയ റേഷ്യോ കുറവായിരിക്കും. ക്ലിയർ ആയോ? ട്രാൻസ്ലേഷനിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം എന്താ? അസറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ ഇക്വിറ്റി കുറവാണ്. ഇക്വിറ്റി ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ റേഷ്യോ ഹൈ ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഡോളർ വീക്കൻ ചെയ്യുവാണെങ്കിലോ? ഇക്വിറ്റിയുടെ വാല്യൂ റീമെഷർമെന്റില് ലോ ആയിരിക്കും. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ
ഹൈ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ലേഷനിലോ അസറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഹൈ ആയിരിക്കും. ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ലോ ആയിരിക്കും. ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ പറയുന്നത്? ഇനി അടുത്തത് ടേൺ ഓവർ റേഷ്യോസിലുള്ള ഇമ്പാക്റ്റ് ആണ്. ടേൺ ഓവർ റേഷ്യോസ് ആണ് പഠിക്കുന്നത്. മറ്റേ പേജ് കാണണമെന്നുണ്ടോ? ഇങ്ങനെ ഇതിൽ പറഞ്ഞു തന്ന് പഠിപ്പിച്ചാൽ മതിയോ? നിങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുമായിരിക്കുമല്ലോ. ഓക്കെ, സോ ടേൺ ഓവർ റേഷ്യോയിൽ നമ്മൾ ആദ്യം അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആണ് പഠിക്കുന്നത്. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? സെയിൽസ് ബൈ. ഓക്കെ, സോ റീമെഷർ ചെയ്യുന്നത് അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നായിരുന്നു നമ്മൾ പഠിച്ച ഒരു മോണിറ്ററി അസറ്റ് ആണ് അല്ലെ? മോണിറ്ററി അസറ്റ് റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? ഏത് റേറ്റിലാണ് റീമെഷർ ചെയ്യുന്നത്? കറണ്ട് റേറ്റിൽ. ഏത് ഏത് റേഷ്യോ, ഏത് റേറ്റിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? കറണ്ട് റേറ്റ്. സോ അക്കൗണ്ട് റിസീവബിളിന്റെ കാര്യത്തിൽ റീമെഷർ ചെയ്യുന്നതും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും കറണ്ട് റേറ്റിലാണ്. സോ ദർ ഇസ് നോ ഡിഫറൻസ് അല്ലേ? ഓക്കെ, ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഇനി സെയിൽസിന്റെ കേസോ? സെയിൽസോ റീമെഷർ ചെയ്യുന്നത് ഏതിലാ? വെയിറ്റഡ് ആവറേജിൽ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്
ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാ? വെയ്റ്റഡ് ആവറേജിൽ തന്നെയല്ലേ? ഓക്കെ. സോ ഈ അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും റീമെഷർ ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നോ ഡിഫറൻസ്. അതായത് ഇത് തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല, ഏകദേശം സെയിം റേഷ്യോ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഒരെണ്ണം ഗ്രേറ്റർ ആണ് ഒരെണ്ണം ലോവർ ആണെന്ന് നമുക്ക് പറയത്തില്ല, സെയിം റേഷ്യോ തന്നെ ആയിരിക്കും. സോ ഇത് ഡിലീറ്റ് ആക്കിക്കോട്ടെ. അക്കൗണ്ട് റിസീവബിളിന്റെ കാര്യം മനസ്സിലായില്ലേ? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോയുടെ കാര്യം മനസ്സിലായില്ലേ? അടുത്ത ടേൺ ഓവർ റേഷ്യോ ഇൻവെന്ററി, ITR ഇടുവാണേ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഇൻവെന്ററി. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കലിലാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഓർ വെയ്റ്റഡ് ആവറേജ്. ഹിസ്റ്റോറിക്കൽ ഓർ വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, then ഇൻവെന്ററിയോ? ഇൻവെന്ററി റീമെഷർ ചെയ്യുന്നത് എങ്ങനെയാ? ഹിസ്റ്റോറിക്കൽ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറണ്ട് റേറ്റ്. സോ ഫോർ കമ്പാരിസൺ പർപ്പസ് നമ്മളിപ്പോ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിനെ അങ്ങ് സെയിം ആക്കുവാണ്. നമ്മൾ വെയ്റ്റഡ് ആവറേജിന് പകരം ഹിസ്റ്റോറിക്കൽ ആണ് ഇപ്പൊ എടുക്കുന്നത്. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജ് ഓർ ഹിസ്റ്റോറിക്കൽ ആണ്. അത് അവിടെ ഡാറ്റ തരുന്നതിനനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ കമ്പാരിസൺ പർപ്പസ് നമ്മളിപ്പോ ഹിസ്റ്റോറിക്കൽ ആയിട്ട് എടുക്കുവാണ്. ദാറ്റ് മീൻസ് രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. ക്ലിയർ ആണല്ലോ? രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. ഡിഫറൻസ് ഉള്ളത് ഏതിലാ? ഡിനോമിനേറ്ററിലാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, ഡിനോമിനേറ്ററിലാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അവിടെ കിടക്കട്ടെ. സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ്. ഹിസ്റ്റോറിക്കൽ റേറ്റ് 1.5, കറണ്ട് റേറ്റ് 1.25. ഓക്കെ, സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പം ഇൻവെന്ററി ഏതിലായിരിക്കും കൂടുതൽ വരിക?
റീമെഷർ ചെയ്യുമ്പോൾ ഇൻവെന്ററി ഏതിലായിരിക്കും കൂടുതൽ വരിക? റീമെഷർമെന്റില് ഇൻവെന്ററി ഹൈ ആയിരിക്കും. കാരണം റീമെഷർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ആണ്. ഹിസ്റ്റോറിക്കൽ 1.5 ആണ്, കറന്റ് 1.25 ആണ്. സോ കൂടുതൽ 1.5 ആണ്. ദാറ്റ് മീൻസ് റീമെഷർമെന്റിൽ ഇൻവെന്ററി ഹൈ ആയിരിക്കും, ട്രാൻസ്ലേഷനിൽ ഇൻവെന്ററി ലോ ആയിരിക്കും. സോ റീമെഷർമെന്റിൽ റേഷ്യോ എങ്ങനെയായിരിക്കും? റീമെഷർമെന്റിൽ റേഷ്യോ എങ്ങനെയായിരിക്കും? ലോ അല്ലെ? ട്രാൻസ്ലേഷനില് ഹൈ. സോ ഇത്രയേ ഉള്ളൂ. ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണ് എങ്കിൽ റീമെഷർമെന്റില് ഇൻവെന്ററിയുടെ വാല്യൂ കൂടുതലായിരിക്കും ട്രാൻസ്ലേഷനേക്കാളും. അതുകൊണ്ട് തന്നെ റീമെഷർമെന്റിൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ട്രാൻസ്ലേഷനിലേക്കാൾ കുറവായിരിക്കും. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ. സോ ഡോളർ വീക്കൻ ചെയ്യുവാണ്. റീമെഷർമെന്റിൽ ഇൻവെന്ററിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇൻവെന്ററിയുടെ വാല്യൂ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. റേഷ്യോ എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ. ട്രാൻസ്ലേഷനിലോ ഇൻവെന്ററി ഹൈ ആയിരിക്കും, റേഷ്യോ ഹൈ ആയിരിക്കും. സോ ഡോളർ വീക്കൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റിലെ ഇൻവെന്ററി വാല്യൂ ട്രാൻസ്ലേഷനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റീമെഷർമെന്റിൽ റേഷ്യോ ഹൈ ആയിരിക്കും കമ്പയർഡ് ടു ട്രാൻസ്ലേഷൻ. സോറി, ഇവിടെ ലോ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? എനിക്കറിയാം ഒരു സുഖമില്ലാത്ത ടോപ്പിക്കാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ബോറിംഗ് ടോപ്പിക് ആണോ? ക്ലാസ് ഭയങ്കര ബോറാവുന്നുണ്ടോ? ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അടുത്ത റേഷ്യോ നോക്കിയാലോ? ഓക്കെ, അടുത്ത റേഷ്യോ എന്ന് പറഞ്ഞാല് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? സെയിൽസ് ബൈ ഫിക്സ്ഡ് അസറ്റ് എടുക്കുവാണ്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് അസറ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്?
ഏത് അസറ്റാ ഫിക്സ്ഡ് അസറ്റ്? മോണിറ്ററി അസറ്റ് ആണോ നോൺ മോണിറ്ററി അസറ്റ് ആണോ? നോൺ മോണിറ്ററി അസറ്റ് ആയിരിക്കും അല്ലെ? സോ നമുക്കറിയാം സെയിൽസ് റീമെഷർ ചെയ്യുന്നത് വെയ്റ്റഡ് ആവറേജിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും വെയ്റ്റഡ് ആവറേജിലാണ്. ശരിയല്ലേ? ഓക്കെ, രണ്ടും വെയ്റ്റഡ് ആവറേജ്. ട്രാൻസ്ലേറ്റ് റീമെഷർ ചെയ്യുന്നതും വെയ്റ്റഡ് ആവറേജിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും വെയ്റ്റഡ് ആവറേജിലാണ്. ഇനി ഫിക്സ്ഡ് അസറ്റിന്റെ അല്ലെങ്കിൽ നോൺ മോണിറ്ററി അസറ്റിന്റെ കേസ്, റീമെഷർ ചെയ്യുന്നത് ഏതിലാ? ഹിസ്റ്റോറിക്കലിലാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കറണ്ട് എക്സ്ചേഞ്ച് റേറ്റിലാണ്. ഓക്കെ, സോ ഡോളർ സ്ട്രെങ്തൻ ചെയ്തു, ഓക്കെ. റീമെഷർമെന്റില് നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഡോളർ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ റീമെഷർമെന്റില് അസറ്റിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. സോ റേഷ്യോയ്ക്ക് എന്താ സംഭവിക്കുക? ലോ ആയിരിക്കും. ട്രാൻസ്ലേഷൻ വരുവാണെങ്കിൽ അസറ്റിന്റെ വാല്യൂ ലോ ആയിരിക്കും. സോ റേഷ്യോ ഹൈ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അതായത് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുവാണെങ്കിൽ റീമെഷർമെന്റിലായിരിക്കും നോൺ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കൂടുതൽ. ഓക്കെ, ഡിനോമിനേറ്റർ കൂടിയാൽ റേഷ്യോ കുറയുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റീമെഷർമെന്റിലെ റേഷ്യോയുടെ വാല്യൂ ആയിരിക്കും ട്രാൻസ്ലേഷനിലെ റേഷ്യോയേക്കാൾ കുറവ്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇനി ഡോളർ വീക്കൻ ചെയ്യുവാന്ന് വിചാരിക്കാം. ഡോളർ വീക്കൻ ചെയ്യുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കല് 1.5 തന്നെ ആയിരിക്കും. കറണ്ട് റേറ്റ് വന്നിട്ട് 1.8 വരും. ഓക്കെ, സോ റീമെഷർമെന്റില് ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. സോ റേഷ്യോയ്ക്ക് എന്താ സംഭവിക്കുക? ഹൈ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ലേഷന്റെ കാര്യം വരുമ്പോ എങ്ങനെയാണ്? ട്രാൻസ്ലേഷന്റെ കാര്യം വരുമ്പോ അസറ്റിന്റെ വാല്യൂ ഹൈ ആയിരിക്കും, റേഷ്യോ ലോ ആയിരിക്കും. ഓക്കെ, ഇതേ സിറ്റുവേഷൻ തന്നെയല്ലേ ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ടോട്ടൽ അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത, ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ക്ലിയർ ആയോ? എല്ലാവർക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും ഏരിയയില്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പൊക്കോട്ടെ. റിമൂവ് ചെയ്യാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷന്റെ ഇമ്പാക്ട്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലും ഫിനാൻഷ്യൽ റേഷ്യോയിലും ഒക്കെ എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ഇമ്പാക്ട് ചെയ്യുന്നത്, ഇൻഫ്ലേഷന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? പണപ്പെരുപ്പം, അല്ലെങ്കിൽ പ്രൈസുകളൊക്കെ ഇൻക്രീസ് ചെയ്യുക, അല്ലെ? പ്രൈസുകളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് നോർമലി പറയാറ്. സോ ഇൻഫ്ലേഷൻ പീരീഡിൽ ഇൻഫ്ലേഷൻ വരികയാണെങ്കിൽ മോണിറ്ററി ആസറ്റിന്റെ വാല്യൂന് എന്താ സംഭവിക്കുക? മോണിറ്ററി അസറ്റിന്റെ വാല്യൂന് എന്താ സംഭവിക്കുക? ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ മോണിറ്ററി അസറ്റിന്റെ വാല്യൂന് എന്താ സംഭവിക്കുക? മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ കൂടുമല്ല, കുറയും. അതായത് നമുക്കറിയാം, ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ് പവർ ഒക്കെ കുറയും. പർച്ചേസിങ് പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ ക്യാഷിന്റെ ഒക്കെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. സോ മോണിറ്ററി അസറ്റ് കുറയും. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരു പെന്നിന്റെ വില, പെന്നിന്റെ പ്രൈസ് 10 റുപ്പീസ് ആണെന്ന് വിചാരിക്കാം. ശരിക്കും റുപ്പീസ് നമ്മൾ പറയാൻ പാടില്ല, പോട്ടെ, $10 ആണെന്ന് വിചാരിച്ചു. ഡോളർ പറയാം. ഓക്കെ, ഒരു പെന്നിന് $10 ആണ്. നമ്മുടെ കയ്യില് $100 ഉണ്ട്. നമുക്ക് എത്ര നമ്പർ ഓഫ് പെൻ വാങ്ങാൻ പറ്റും? എത്ര നമ്പർ ഓഫ്? നിങ്ങൾ ഡൗട്ട് ചോദിക്കാനാണോ? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് 10 നമ്പർ ഓഫ് പെന്ന് മേടിക്കാൻ പറ്റും. ഓക്കെ, ഇൻഫ്ലേഷൻ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നേ? പ്രൈസ് കൂടും, ശരിയല്ലേ? ഇൻഫ്ലേഷൻ വന്നാൽ പ്രൈസ് കൂടും. സോ 1 പെന്നിന് 20 റുപ്പീസ് ആയി. സോ 100 റുപ്പീസ് കൊണ്ട് നമുക്ക് എത്ര പെൻ മേടിക്കാൻ പറ്റും? 5 പെന്നെ മേടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ക്യാഷിന്റെ വാല്യൂ കുറഞ്ഞെന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് $100 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 10 പെൻ നേരത്തെ വാങ്ങായിരുന്നു. ഇൻഫ്ലേഷൻ വന്നപ്പോൾ 100 ഉണ്ടെങ്കിൽ നമുക്ക് 5 എണ്ണേ വാങ്ങാൻ പറ്റൂ. അതായത് 10 എണ്ണം വാങ്ങണമെങ്കിൽ നമ്മൾ $200 കൊടുക്കേണ്ട അവസ്ഥയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ മണിയുടെ വാല്യൂ കുറഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം. പർച്ചേസിങ് പവർ കുറഞ്ഞു. സോ മോണിറ്ററി അസറ്റ് അല്ലെങ്കിൽ മണി വാല്യൂ കുറഞ്ഞു. ക്ലിയർ ആയോ? സോ മോണിറ്ററി അസറ്റിന്റെ വാല്യൂ കുറയും, ലോസ് ആണ് സംഭവിക്കുക. ഇനി മോണിറ്ററി ലയബിലിറ്റീസിന്റെ കേസോ? മോണിറ്ററി ലയബിലിറ്റിയുടെ വാല്യൂവിന് എന്താ സംഭവിക്കുക? അതായത് മോണിറ്ററി ലയബിലിറ്റിയിൽ നമുക്ക് എന്താ ലോസ് ആണോ ഗെയിൻ ആണോ ഉണ്ടാവാൻ പോകുന്നത്? ഗെയിൻ ആണ് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെ? എങ്ങനെയാ? സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം നമുക്ക്.
ഒരു പെൻ വാങ്ങാൻ നമ്മൾ $10 ആണ്. ഓക്കെ, സോ 100 പെൻ വാങ്ങാൻ $100 വെച്ച് നമ്മൾ 10 പെൻ വാങ്ങുന്നു. ഓക്കെ, ഇത് ലയബിലിറ്റി ആവണമെങ്കിൽ എങ്ങനെയാ? നമ്മൾ ക്രെഡിറ്റിൽ വാങ്ങണം അല്ലേ? ഓക്കെ, സോ ഇൻഫ്ലേഷന് മുന്നേ നമ്മൾ $100 ഉപയോഗിച്ച്, അതായത് $100 ഉപയോഗിച്ച് പൈസ കൊടുത്തിട്ടില്ല കേട്ടോ, നമ്മൾ 10 പെൻ മേടിച്ചു. സോ അതിന്റെ വില എന്ന് പറയുന്നത് $100 ആയിരുന്നു അല്ലേ? ഒരു പെന്നിന് $10 ആണ്. സോ നമ്മൾ 10 പെൻ മേടിച്ചു, $100 ക്രെഡിറ്റിൽ മേടിച്ചു. സോ നമ്മൾ പേ ചെയ്യാനുള്ളത് $100 ആണ്. ഇൻഫ്ലേഷൻ വന്നു, ഒരു പെന്നിന്റെ പ്രൈസ് 20 ആയി. സോ $100 ഉപയോഗിച്ച് ശരിക്കും നമുക്ക് 5 പെന്നെ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി നമുക്ക് 10 പെൻ കിട്ടി, പക്ഷെ നമ്മൾ 100 തന്നെ പേ ചെയ്താൽ പോരെ? ക്ലിയർ ആയോ? സോ ഇൻഫ്ലേഷൻ വരുമ്പം മോണിറ്ററി അസറ്റിൽ നമുക്ക് ലോസ് ആണ് സംഭവിക്കുക. മോണിറ്ററി ലയബിലിറ്റി ആണെങ്കിൽ നമുക്ക് ഗെയിൻ ആണ് സംഭവിക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അസറ്റിന്റെ വാല്യൂ, അസറ്റിന്റെ ലയബിലിറ്റിയുടെയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് അസറ്റിന്റെ ഒക്കെ കേസാണ്. അതായത് ഇപ്പൊ ഒരു കമ്പനിയുടെ ലാർജ് പോർഷൻ, അതായത് കമ്പനിയുടെ മോസ്റ്റ് ഓഫ് ദി പോർഷൻ നമ്മൾ ഡിപ്രീഷ്യബിൾ അസറ്റ്, അതായത് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന അസറ്റുകളാണ് നമ്മുടെ കമ്പനിയുടെ അസറ്റിൽ ഭൂരിഭാഗം എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ കമ്പനിയുടെ ലാർജ് പോർഷൻ, നമുക്ക് കൂടുതൽ പോർഷനും ഡിപ്രീഷ്യബിൾ അസറ്റ് ആണ്, അതായത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന അസറ്റുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഡിപ്രീസിയേഷൻ എന്തിന്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ഏതിന്റെ ബേസിലാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അസറ്റിന്റെ വാല്യൂ ആണ്. ഏത് വാല്യൂവിന്റെ ബേസിലാണ്? അസറ്റിന്റെ ഏത് വാല്യൂവിന്റെ ബേസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, അതായത് അതിന്റെ ഒറിജിനൽ കോസ്റ്റിലാണ് അല്ലെ? എത്ര രൂപയ്ക്കാണോ നമ്മൾ പർച്ചേസ് ചെയ്തത്, ആ പ്രൈസിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, സോ ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അസറ്റിന്റെ വാല്യൂ കൂടും. ശരിയല്ലേ? ഇൻഫ്ലേഷൻ വരുവാണെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ, അതായത് ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ കൂടും. ഫിക്സ്ഡ് അസറ്റിനൊക്കെ പ്രൈസ് കൂടുകയല്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിലുള്ള അസറ്റിന്റെ പ്രൈസ് കൂടും. പക്ഷെ സ്റ്റിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏത് കോസ്റ്റിന്റെ ബേസിലായിരിക്കും? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒറിജിനൽ കോസ്റ്റിന്റെ ബേസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? ഡിപ്രീസിയേഷൻ കുറവായിരിക്കും. ശരിയല്ലേ? ഡിപ്രീസിയേഷൻ കുറവായിരിക്കും, കാരണം നമ്മൾ ഒറിജിനൽ കോസ്റ്റിന്റെ ബേസ്, ഇപ്പൊ അതിലും വാല്യൂ ഉണ്ട്, പക്ഷെ നമ്മൾ ഒറിജിനൽ കോസ്റ്റിന്റെ ബേസിലാണ് ഇൻഫ്ലേഷൻ വന്നാലും നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ശരിക്കും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ശരിയല്ലേ? ശരിക്കും ഒരു ഡിപ്രീസിയേഷൻ അണ്ടർസ്റ്റേറ്റ് ചെയ്യുകയാണ്. ഡിപ്രീസിയേഷൻ കുറവ് കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻകം എങ്ങനെയായിരിക്കും? ഇൻകം കൂടുതലായിരിക്കും, അതായത് ഇൻകം ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കുക.
ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾ വേണോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനസ്സിലായില്ല, എക്സാമ്പിൾ ഇടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് പറയാ, ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഇതും കൊണ്ട് നിർത്താം. ഇനി ഇൻഫ്ലേഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, കറക്റ്റ് 9 o'clock ആയി. സോ താങ്ക് യു സോ മച്ച്. ഇന്നെടുത്ത പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? ഇന്നെടുത്ത പോർഷനിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.